നേരെ പാലായിലേക്കാണ് ആദ്യം പോകുന്നത്. പാലാ നഗരസഭയിൽ കോൺഗ്രസ് വിപ്പ് ലംഘിച്ച് കൗൺസിലർമാർ, പാർട്ടി വിപ്പ് ലംഘിച്ച് കോൺഗ്രസിന്റെ കൗൺസിലർമാർ അവിശ്വാസ പ്രമേയ യോഗത്തിൽ പങ്കെടുത്തു. 4 കോൺഗ്രസ് കൗൺസിലർമാരാണ് യോഗത്തിന് എത്തിയത്. ടോണി തൈപ്പറമ്പിൽ, ബിജു മാത്യൂസ്, രജിത പ്രകാശ്, ലിസി കുട്ടി മാത്യു എന്നീ കോൺഗ്രസ് കൗൺസിലർമാരാണ് യോഗത്തിനെത്തിയത്. വിവരങ്ങളുമായി പാലയിൽ നിന്ന് മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, പാലയെ സംബന്ധിച്ചിടത്തോളം കേവലം 2 അംഗങ്ങളുടെ കൂടി പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ LDF മുന്നോട്ട് വയ്ക്കുന്ന അവിശ്വാസ പ്രമേയം സ്വാഭാവികമായും അവിടെ വിജയിക്കും. അങ്ങനെയെങ്കിൽ നിലവിലെ മുന്നണിക്ക് ഭരണം നഷ്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകും. നിലവിൽ ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ വന്നുവെന്ന് പറയുമ്പോൾ അവിശ്വാസ പ്രമേയം വിജയിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലോ മിഥുൻ മുരളി. കൊണ്ടിരിക്കുന്നത് പ്രതീക്ഷയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിനോട് ഈ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. മനസാക്ഷിക്ക് അനുസൃതമായി അവർ തങ്ങൾക്ക് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. 26 അംഗ നഗരസഭയാണ്. 14 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ അവിശ്വാസം വിജയിക്കും. 12 അംഗങ്ങളാണ് LDFിനുള്ളത്. 2 പേരുടെ കൂടി പിന്തുണ UDFിന്റെ സ്വതന്ത്ര അംഗമായുള്ള മായ സുരേഷ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 13 പ്ലസ് ഒരാളുടെ പിന്തുണ കൂടി ലഭിച്ചാൽ അത് കോൺഗ്രസിൽ നിന്നുള്ള ഒരു കൗൺസിലറുടെ പിന്തുണ ലഭിക്കും. ഈ അവിശ്വാസം പാസ്സാകും എന്നുള്ള പ്രതീക്ഷയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. വിപ്പ് ലംഘിച്ചുകൊണ്ട് 4 കോൺഗ്രസ് കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. DCC പ്രസിഡന്റ് കർശന നിർദ്ദേശം നൽകിയതാണ് ഈ യോഗത്തിൽ പങ്കെടുക്കരുത് എന്നുള്ളത്. കോൺഗ്രസ് കൗൺസിലർമാർക്ക് ആ വിപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. 4 കോൺഗ്രസ് കൗൺസിലർമാർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. UDFിൽ നിന്നുള്ള മറ്റു ഘടകകക്ഷികളുടെ കൗൺസിലർമാർ ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഇനിയുള്ളത് UDFിലെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള 3 കൗൺസിലർമാരാണ്. അവർ UDFിൽ ഈ 3 കൗൺസിലർമാർ വിട്ടുനിൽക്കുന്നു. ഒപ്പം മാണി സി കാപ്പൻ്റെ പാർട്ടിയിൽ നിന്നുള്ള ഒരു കൗൺസിലർ വിട്ടുനിൽക്കുന്നു. സ്വതന്ത്ര മുന്നണിയിലെ 3 പേർ വിട്ടുനിൽക്കുന്നു. UDFിൽ നിന്ന് പങ്കെടുക്കുന്നത് ഈ കോൺഗ്രസിന്റെ 4 കൗൺസിലർമാർ മാത്രമാണ്. അവരുടെ വോട്ട് ഈ LDFിന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി ലഭിക്കുമെന്നുള്ള കാര്യം കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണായ ദിയ ബിനു പുളിക്കണ്ടത്തിന് പാലാ നഗരസഭയിൽ ഭരണനഷ്ടം ഉണ്ടാകും എന്നുള്ള കാര്യമായിരിക്കും ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ഉണ്ടാവുക. എന്തായാലും ഈ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണെങ്കിലും അതിന് കളമൊരുക്കിയത് കോൺഗ്രസിന്റെ കൗൺസിലർമാർ തന്നെയാണ്. കോൺഗ്രസ് കൗൺസിലർമാർ ഈ സ്വതന്ത്ര മുന്നണിക്ക് പിന്തുണ പിൻവലിക്കുന്നു എന്നുള്ള പരസ്യ പ്രതികരണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് LDF അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വന്നത്. ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസും 2 തട്ടിലാണ്. കോൺഗ്രസ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ അങ്ങനെ ഒരു നഗരസഭയിലെ ഭരണം കൗൺസിലർമാരുടെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഈ ഭരണം പിന്തുണയ്ക്കാൻ, സ്വതന്ത്ര മുന്നണിയെ പിന്തുണയ്ക്കാൻ യാതൊരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്നുള്ളതായിരുന്നു കൗൺസിലർമാരും പാലാ നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാരും പാലാ മണ്ഡലം പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയും നിലപാടെടുത്തത്. അങ്ങനെ കോൺഗ്രസിനുള്ളിൽ 2 തീരുമാനങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഒരു കാരണവശാലും ഈ യോഗത്തിൽ ഇന്ന് പങ്കെടുക്കരുത്, വിട്ടുനിൽക്കണം എന്നുള്ള കർശന നിർദ്ദേശം വിപ്പായി DCC പ്രസിഡന്റ് നേരിട്ട് കോൺഗ്രസ് കൗൺസിലർമാർക്ക് നൽകിയത്. ആ വിപ്പാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാരോട് നമ്മൾ പ്രതികരണം തേടുമ്പോൾ LDFിന്റെ അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമോ എന്ന് പ്രതികരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കണ്ടറിയാം എന്നുള്ളതാണ്. ഇപ്പോൾ അഭിപ്രായങ്ങൾക്കില്ല, പ്രതികരണത്തിനില്ല. ഇനിയുള്ള മണിക്കൂറിൽ ഞങ്ങൾ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയാം എന്നുള്ള ഒരു നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. LDF അതേസമയം കോൺഗ്രസിന്റെ ഒരു ആളുടെയെങ്കിലും പിന്തുണ ലഭിക്കും, അവിശ്വാസ പ്രമേയം പാസ്സാകും എന്നുള്ള കാര്യവും പ്രതികരണമായി അറിയിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ള മണിക്കൂറിൽ അറിയാനുള്ളത് ഈ LDF മുന്നോട്ട് വെച്ച ഈ അവിശ്വാസ പ്രമേയത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പാലായിൽ സംഭവിക്കുകയാണ്. കോൺഗ്രസും CPM-ഉം എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ഇന്ത്യ മുന്നണി സഖ്യവും കൂടി ഈ അവിശ്വാസ പ്രമേയത്തോടു കൂടി പാലായിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഗൗതം, അതായത് മിഥുൻ, ഇതിവിടെ വളരെ പ്രസക്തമാകുന്നൊരു വിഷയമാണ് മിഥുൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഇന്ത്യ സഖ്യം അവിടെ നിലവിൽ വരികയാണ്. നിലവിലെ ഭരണകൂടം താഴെ വീഴുകയാണെങ്കിൽ, നിലവിലെ മുന്നണി താഴെ വീഴുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ സംഭവിക്കുന്നത് പിന്നീട് LDFന് 14 അംഗങ്ങൾ മാത്രമാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ ആ അംഗബലം വെച്ചുകൊണ്ട് എന്തായാലും ഭരണം മുന്നോട്ട് പോകുക അസാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഇപ്പോൾ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചുകൊണ്ട് ഈ യോഗത്തിനായി എത്തിയിരിക്കുന്ന കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി അവിടെ ഒരു ഇന്ത്യ സഖ്യം നിലവിൽ വരും. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ അപ്പോഴും ഈ UDFിന്റെയും കോൺഗ്രസിന്റെയും ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ ഈ നീക്കത്തെ എതിർക്കുന്നുവെന്നാണ് പരസ്യമായിട്ട് അവർ പറയുന്നത്. ഗൗതം, അങ്ങനെ തന്നെയാണ്. പാലായുടെ ഭാവി എന്ത് എന്നുള്ളതാണ് ഈ അവിശ്വാസ പ്രമേയത്തിനപ്പുറത്തേക്കുള്ള ചോദ്യമായി നിലനിൽക്കുന്നത്.
പ്രതിപക്ഷ നേതാവിനോട് ഈ സ്വതന്ത്ര മുന്നണിയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കുമോ എന്ന് നമ്മൾ പ്രതികരണം ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും ദിയ ബിനു പുളിക്കക്കണ്ടം, ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം, ഈ പുളിക്കക്കണ്ടം ഫാമിലി അടങ്ങുന്ന ഈ സ്വതന്ത്ര കൂട്ടായ്മയിൽ യാതൊരുമായി ഭരണ സഖ്യത്തിനും ഇല്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ബിജു പാലപ്പടവൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെയുള്ള സാധ്യത കേരള കോൺഗ്രസും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കേരള കോൺഗ്രസും തമ്മിൽ ചേർന്നുകൊണ്ട് ഒരു ഭരണസഖ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വിപ്പ് ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഈ 4 കൗൺസിലർമാരുടെ പിന്തുണയോടുകൂടി കേരള കോൺഗ്രസും LDFും ചേർന്നുകൊണ്ട് പാലാ നഗരസഭ ഭരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇന്ത്യ മുന്നണി സഖ്യ സാധ്യത ഇവിടെ പാലായിൽ സാധ്യമാകാൻ പോകുന്നത്. കോൺഗ്രസും കേരള കോൺഗ്രസും CPMും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണി ഇന്ത്യ സഖ്യം പാലായിൽ നിലവിൽ വരാനുള്ള ഒരു സാധ്യത ഈ അവിശ്വാസ പ്രമേയത്തോടു കൂടി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ സ്വതന്ത്ര മുന്നണിയെ താഴെയിറക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് LDFിനും ഒപ്പം തന്നെ കോൺഗ്രസിലെ കൗൺസിലർമാർക്കും ഇവിടെ ഉള്ളത്. ഈ കോൺഗ്രസ് കൗൺസിലർമാർ തന്നെയാണ് ഇവിടെ ഈ അവിശ്വാസ പ്രമേയം LDF കൊണ്ടുവരുന്നതിനുള്ള എല്ലാ കളവും ഒരുക്കി നൽകിയത്. ആ കാര്യത്തിലാണ് കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ 2 തട്ടിലാവുകയും പ്രാദേശിക നേതൃത്വം കോൺഗ്രസ് കൗൺസിലർമാരോടൊപ്പം ഭരണം പിന്തുണയ്ക്കേണ്ടതില്ല എന്നുള്ള നിലപാടെടുക്കുമ്പോൾ അപ്പുറത്ത് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉറപ്പുവരുത്താതെ ഇരിക്കുകയും ചെയ്തു. വ്യക്തമാണ്. എന്തായാലും പാലയിൽ വലിയ തോതിലുള്ള നാടകീയ നീക്കങ്ങൾ നടക്കുകയാണ്. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ കൗൺസിലർമാർ എത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് ഇവിടെ ഭരണം നഷ്ടപ്പെട്ടേക്കാം. LDFിന്റെ അവിശ്വാസ പ്രമേയം വിജയിക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. മിഥുൻ മുരളിയാണ് പാലയിൽ നിന്നും ചേർന്നത്.